വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം 300 മീറ്ററായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മൾ നടന്നു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ എത്തും. പക്ഷേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞാലും വീട്ടിലെത്തില്ലായിരുന്നു. കാരണം അടുത്തുള്ള പറമ്പുകളിലൊക്കെ ചുറ്റിക്കറങ്ങി അവിടെയുള്ള മരത്തിൽ നിന്ന് കിട്ടാവുന്ന കായ്കളൊക്കെ പറിച്ചു നിന്നിട്ട് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നൊക്കെ കയറി വെള്ളവും കുടിച്ചിട്ട് പല കാഴ്ചകളും കണ്ടിട്ടായിരുന്നു. പല വഴികളുണ്ടായിരുന്നു തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ചുറ്റിക്കറങ്ങി കിലോമീറ്ററുകൾ നടക്കണം. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പൈസയുള്ള വീട്ടിലെ കുട്ടികളെ കണ്ടുകൊണ്ടിരുന്നത് അവർ ബുക്ക് കൊണ്ടുവരുന്നത് ഒരു അലുമിനിയത്തിൻ്റെ ബോക്സിലായിരുന്നു. ആ ബോക്സുള്ള കുട്ടികളായിരുന്നു വീട്ടിലെ പൈസയുള്ള വീട്ടിലെ കുട്ടികൾ. അത് കണ്ടിട്ട് കൊതിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത്. അന്ന് ഈ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് സമ്മാനമായിട്ട് നഴ്സറിയുടെ ആനിവേഴ്സറിയുടെ സമയത്ത് സമ്മാനമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുപ്പി ഗ്ലാസ് ആയിരുന്നു മിക്കവാറും. പഠിത്തത്തിന് 1-ാം സ്ഥാനത്തിന് സമ്മാനം, എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിച്ച സമ്മാനം, ഇതൊക്കെ കുപ്പി ഗ്ലാസുകളായിട്ട് സമ്മാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പിന്നെ 5 പൈസയുടെയും 10 പൈസയുടെയും ഒക്കെ മുട്ടായികൾ, ഒരു മുട്ടായി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉടുപ്പിൻ്റെ അറ്റത്ത് വെച്ചിട്ട് കടിച്ചിട്ട് അത് 4-5 കഷ്ണമാക്കിയിട്ട് ഈ 5 പൈസയുടെ ഒരു മുട്ടായി തന്നെ 4-5 പേര് കൂടി കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. 5 പൈസയും 10 പൈസയും ഒക്കെ സുലഭമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. എൻ്റെ സമയത്ത് 1 പൈസയ്ക്കും 2 പൈസയ്ക്കൊന്നും വിലയുണ്ടായിരുന്നില്ല. 5 പൈസ മുതലായിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത്. അപ്പം അത് സുഖമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാപ്രസിദ്ധീകരണ കാലം, മംഗളം, മനോരമ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ഞാൻ പ്രൈമറി കാലത്ത് തുടങ്ങിയെന്നാണ്. അന്നത്തെ കോട്ടയം പുഷ്പരാജ്, ബാറ്റൻ ബോസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരുന്നു അന്നത്തെ വലിയ ക്രൈം ത്രില്ലർ, വലിയ ആക്ഷൻ സിനിമകൾ കാണുന്ന പോലെയായിരുന്നു ഇവരുടെ ഈ നോവലുകൾ വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കോട്ടയത്തായിരുന്നു ഇതിൻ്റെയൊക്കെ പുസ്തകങ്ങളുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളൊക്കെ. ഇന്ന് മലയാള സീരിയലുകൾ എന്ത് പണിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് അതേ പണികളൊക്കെ തന്നെയായിരുന്നു ഈ പ്രസിദ്ധീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അത് വളരെ എല്ലാ വീട്ടമ്മമാരും അന്ന് വായിച്ചിരുന്നു. വീട്ടമ്മമാരെന്നല്ല, മലയാളികളിൽ വായനാശീലം ഉണ്ടാക്കിയെടുത്ത വലിയൊരു കാര്യമായിരുന്നു. ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. അതിലെ ചിത്രങ്ങൾ വളരെ മനോഹരങ്ങളായിരുന്നു. ഈ മനോരമയിലെ മംഗളത്തിലെയൊക്കെ നോവലുകളിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന സ്ത്രീകളുടെ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.